ചോദിച്ചിട്ട് എത്ര നേരമായെന്നറിയാവാ? ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. മര്യാദക്ക് ചായ ഇങ്ങോട്ട് കൊണ്ടുപാടി. പാലക്കാട് ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു. ആന ചരിഞ്ഞല്ലേ ഉള്ളൂ, അല്ലാതെ ചത്തുപോയൊന്നുമില്ലല്ലോ. ഇതൊക്കെ വലിയ വാർത്തയാണോ? നിരന്തരമായി ചായ ചോദിച്ച ഭർത്താവിനെ ഭാര്യ ചിരവക്കടിച്ചു കൊന്നു. ചോദിച്ച ചായ വേണ്ട കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. വിജയിയെ കാണാൻ കുഞ്ഞിക്കണ്ണൻ മലങ്കര ഡാം 600 കിലോമീറ്റർ കാൽനടയായി ചെന്നൈയിലേക്ക്. എന്തോ പറ. എടി നമ്മുടെ മോൻ പത്രത്തിൽ കിടക്കുന്നു. ഇത്രയും വലിയൊരു മെത്ത ഉണ്ടായിട്ട് അവൻ എന്തോ പത്രത്തിൽ കിടക്കുന്നേ? എടി അതല്ലെന്ന്, താണ്ട് വാർത്ത നോക്കിയ നമ്മുടെ മോന്റെ വാർത്ത. വിജയിയെ കാണാനായിട്ട് കുഞ്ഞിക്കണ്ണൻ മലങ്കര ഡാം 600 കിലോമീറ്റർ കാൽനടയായി ചെന്നൈയിലേക്ക് പോണെന്ന്. എന്റെ പൊന്നേ, ചെറുക്കൻ നമ്മളെ നാണം കെടുത്തും. എടി നീ ഒറ്റ കാരണമാണ്. എടി നീ അവനെ ഗർഭിണിയായിരുന്ന സമയത്ത് വിജയുടെ സിനിമ കണ്ടുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു വിജയ് ഭ്രാന്തനായി പോയത്. ഞാൻ ആ ടൈം പാസ് സമയത്ത് വിജയുടെ തുള്ളാതമനവും തുള്ളു ഇരുന്നോന്ന് കണ്ട് ഞാൻ അറിഞ്ഞോ പ്രസവദേശം ഇത് ഇവിടെ നിന്ന് തുള്ളു വന്നു. ഞാനടിച്ച തങ്കപ്പെട്ട 4 മാസം തൂങ്ങപ്പെട്ടെ, ഞാൻ പറഞ്ഞേക്കാം. ആഹാ, അപ്പൊ ചെറുക്കന്റെ ഭ്രാന്ത് നിങ്ങൾക്ക് തുടങ്ങിയോ? പിന്നെ ആ ഭ്രാന്തന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്കും ഭ്രാന്ത് വരത്തില്ലടി. എടി അവനെ കുറിച്ചുള്ള കംപ്ലൈന്റ് കൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്താന്ന്? ഇപ്പൊ താണ്ട് ഹിന്ദിക്കാർ വരെ കംപ്ലൈന്റ് പറഞ്ഞു തുടങ്ങി. ബംഗാളിയെ തല്ലിയാ? ബംഗാളിയെ തല്ലിയാന്നാ? ഇവൻ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് പോയായിരുന്നാ? പോയി. ഇവൻ ഡൽഹിയിൽ മറ്റേ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോണ്ട് അവിടെ ചാടി അങ്ങ് ഇറങ്ങി. വിജയ് വാട എന്നുള്ള ബോർഡ് കണ്ടിട്ട് അവൻ പറയുക, ആരടാ എന്റെ വിജയന്റെ അടുക്ക് വാടാ എന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് അവിടെ നിന്ന് വെല്ലുവിളിച്ചു. ദൈവമേ, അവിടെ കണ്ട ഹിന്ദിക്കാരെ മൊത്തം തമിഴിൽ പറഞ്ഞ തെറി. എനിക്ക് സത്യം പറഞ്ഞ ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ശല്യമായി. എന്തടി അവനെന്തേ? അവന്റെ അവിടെ കാര്യം നിൽക്കട്ടെ, ഞാൻ കാര്യം ചോദിക്കട്ടെ. രാവിലെ ഷട്ടിൽ കളിക്കാൻ പോയോ? ഷട്ടിൽ കോർക്ക് ഇവിടെ തലക്കാത്ത് കയറ്റി വെച്ചേക്കുന്നു. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഇന്നലെ പേജ് പണിക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ കുളിച്ചില്ല. ആണോ? എടി അവനെന്തേ അവനെ ഇങ്ങോട്ട് വിളിയടി. ഓ, അവൻ അകത്തിരുന്ന് തെറി കാണുവാ. തെറി കാണുമല്ലോ, തെറി പറയുമല്ലേ ചെയ്തു. വിജയുടെ തെറി പട ഇരുന്ന് കാണുവാന്ന്. വിജയുടെ തെറിപ്പട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവൻ ഇങ്ങോട്ട് വരുത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കുഞ്ഞിക്കണ്ണ ഇങ്ങോട്ട് വാടാ. കുഞ്ഞിക്കണ്ണ കണ്ടാന്ന് ചോദിക്കാൻ അവൻ വന്നോ? എടി അതല്ലെന്ന്, ഞാൻ ഇത്രയും കിടന്ന് കീറി വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ടൊന്നും വന്ന പോലും എന്റെ വിളിക്കൊരു വിളി പോലും അവൻ കേട്ടിട്ട്. അതാണ് സംഭവം. അതായത് അവനെ ഇവിടെ വരുത്താൻ അങ്ങനെ ഇങ്ങനെ വിളിച്ച വരത്തില്ലെന്ന്. അതിനൊരു നാക്കുണ്ട്. അങ്ങനെ വിളിച്ചാലേ ഇപ്പൊ വരത്തുള്ളൂ. എങ്ങനെ? ഞാൻ വിളിക്കട്ടെ. ബിഗിലേ விஜயண்ணா, தளபதி, நான் உன்னை பாக்குறதுக்கு காலை வச்சு நடந்து வரேன் அண்ணா. രാവിലെ വന്ന് ഗണപതിയെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ദളപതിയെ വിളിക്കുന്നത് കാണുന്നത്. വിജയണ്ണാ, ഞാൻ വരുகிறேன். എടാ എന്തുവാണ് അതിന്റെ കഴുത്തില്? അതിന്റെ കഴുത്തില്? അണ്ണ അച്ഛനെ കയറി അണ്ണാന്ന് വിളിക്കുന്നത്. അല്ല, എന്റെ ഉയിർ തോഴൻ എന്റെ വിജയണ്ണൻ. എടി നിനക്കറിയാവോ, തന്റെ വീടിനകത്ത് മൊത്തം നോക്കിയേ, വിജയുടെ മൊത്തം ഡയലോഗ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഫോട്ടെന്ന് വെക്കാം, മൊത്തം ഫോട്ടോയാണ് ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. സപ്പോസ് ഞാനൊന്ന് ചത്തുപോയിന്ന് വിചാരിക്കുക. അങ്ങനെ ചത്തുപോയി കഴിയുമ്പോ എന്റെ ഫോട്ടോ ഇവിടെ ഒട്ടിച്ചു വെക്കും. വരുന്ന ആൾക്കാർക്ക് മൊത്തം കൺഫ്യൂഷൻ അടിക്കും. എന്തിന്? ഇതിനകത്ത് ഏതാണ് വിജയ് എന്ന് പറഞ്ഞോട്ട്. നീ വെറുതെ എന്തിനാണ് നടന്ന് ചെന്നൈ പോകുന്ന വിജയ് കാണാൻ? നിൽക്കുന്ന വിജയ് വിജയല്ല, ഇത് തോൽവി. അതേടാ, നിനക്ക് ജന്മം തന്ന ഞാൻ തോൽവി തന്നെയാടാ. അങ്ങനെ തന്നെ വേണം. എന്താടാ അമ്മ, ഞാൻ പോവാണ് കേട്ടോ അമ്മ. എവിടെ പോകുന്നത്? ഞാൻ അങ്ങ് ചെന്നൈക്ക് വിജയനെ കാണാൻ പോകുന്നു. ഇന്ന് പോവാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം, അടിച്ച് നനച്ച് കുളിച്ചൊന്ന് വൃത്തിയായിട്ട് പോണം കേട്ടോ. അവൻ കുളിക്കത്തില്ലടി. സംഭവം എന്താണെന്നറിയാവോ? കുളിച്ചു കഴിയുവാണെന്നുണ്ടെങ്കിൽ ഈ കഴുത്തി കിടക്കുന്ന വിജയ്ക്ക് പനി പിടിക്കുന്നു. 2 ആഴ്ച ഇവനിപ്പോ കുളിച്ചിട്ട്. ആണോ? നീ കാര്യം ബാത്റൂമിലെങ്കിലും പോയിട്ട് പോവാന്നോ കേട്ടോ. എന്റെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ബാത്റൂമിൽ പോവാം, അല്ലെങ്കിൽ ഇല്ല. അമ്മ എന്നെ അനുഗ്രഹിക്കമ്മേ, അനുഗ്രഹിക്കണം. ബാത്റൂമിൽ പോകുന്നതിന് ആദ്യമായിട്ട് ഒരു അനുഗ്രഹം മേടിക്കുന്ന ഒരു മനുഷ്യന്റെ കാലം. ബാത്റൂമിൽ പോകണമെങ്കിൽ അനുഗ്രഹിക്കമ്മ, അനുഗ്രഹിക്ക്. നന്നായി പോട്ടെ. നല്ല കിടുക്കൻ അനുഗ്രഹമായിരുന്നു. എന്നാലും ബാത്റൂമിലോട്ട് പോവല്ലേ? ആ വിജയ് അവിടെ അഴിച്ചു വെച്ചിട്ട് പോടാ. എന്റെ ഊണിലും ഉറക്കത്തിലും വിജയണ്ണ എന്റെ കൂടെ ഉണ്ടാവണം. എന്തൊരു കഷ്ടമാണ് ഈ പറയുന്നത്. വിജയിക്കോന്നാണോ എടി ഇവര്? എന്നെ അമ്മ കപ്പ് മുഖ്യം ബിഗിലേ. പോയാൽ അങ്ങനെ അവന്റെ കാര്യം എനിക്കറിഞ്ഞൂടാ. നീ ഒറ്റൊരുത്തി കാരണമാണ്. എടി നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടുകൊണ്ടാണ് ഇതുപോലൊരു തോൽവി നമ്മുടെ കുടുംബത്തിൽ വന്ന് പറഞ്ഞത്. കല്യാണം കഴിച്ച് നിങ്ങൾ എന്റെ നാട്ടിൽ പരിപാടി കളിക്കാൻ പറ്റിയ വിഷയമായത്. ഞാൻ മിമിക്രി കളിക്കാൻ പോകുന്ന അമ്പലത്തിൽ നിന്നോട് വരാൻ ആര് പറഞ്ഞടി? പിന്നെ എനിക്ക് ഉത്സവ പറമ്പിൽ ചുക്കാപ്പി വിൽക്കണ്ടേ? ചുക്കാപ്പി
നിങ്ങൾക്കറിയാമോ ഞാൻ പണ്ട് കണ്ണൂരിൽ ഒരു മിമിക്രി കളിക്കുമ്പോ ഒരു മിമിക്രിയെ കളിച്ചിട്ടുള്ളൂ. സമ്മതിച്ചു. അതിവിടെ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്കറിയാമോ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വന്ന് കണ്ണു തുറക്കുമ്പോ ഞങ്ങളുടെ അടുക്കളക്കകത്ത് നിൽക്കുന്ന ഈ ചുക്ക് കാപ്പി. എടി നീ എന്തിനാണ് എന്റെ കൂടെ വന്നത്? ഞാൻ വെറുതെ വലിഞ്ഞേറി വന്നതൊന്നുമല്ല. പിന്നെ? ചുക്കാപ്പി കുടിക്കേണ്ട പൈസ തന്നായിരുന്നോ? അത് തന്നില്ലായിരുന്നു. 40 രൂപ മേടിക്കാൻ വേണ്ടി വന്നതാ. ഇവളെന്റെ കൂടെ ജീവിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇവളുടെ കയ്യിൽ ഒരു ചുക്കുമില്ല എന്നുള്ളത്. പിന്നെ നിങ്ങളതിലങ്ങ് ഇരിക്കുകയല്ലേ ഇനി? ആ എന്റെ പൈസ ഇട്ടടി. എന്താണ്? നിനക്കറിയാമോ ആ. ഫ്ലവേഴ്സ് ചാനലിലെ ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടോ? ആ. അതിനകത്ത് ഒരു എപ്പിസോഡ് ചെയ്തവനാണ് ഞാൻ. എന്നിട്ട് ആ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തില്ലോ. സംഭവം എന്താണെന്നറിയാമോ? ആ. അവരത് മാറ്റി വെച്ചേക്കുവാ. എന്തിന്? എന്ന് എപ്പിസോഡിന്റെ റേറ്റിംഗ് കുറയുന്നോ അന്ന് എന്റെ എപ്പിസോഡ് അങ്ങ് കയറ്റി അങ്ങ് വിടും. അല്ലാതെ 1500 രൂപ മേടിച്ചിട്ട് അവര് ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുന്നതല്ല. അങ്ങനെ പറഞ്ഞല്ല. ഏ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലേ? നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, ഇഷ്ടപ്പെട്ടത് വേറൊന്നും കൊണ്ടല്ലെന്ന്. പിന്നെ? അതായത് നിങ്ങളുടെ പരിപാടിയിലെ ലാസ്റ്റ് ഒരു ഐറ്റം ഉണ്ടായിരുന്നല്ലോ. എന്തുവാ? പുറത്തുനിന്ന് ഒരു കിങ്കരം വന്നിട്ട് നിങ്ങളെ കയറൊക്കെ കിട്ടി കുരുക്കി വലിച്ചടിച്ചെടുത്തോണ്ട് പോകുന്നത്. അയ്യോ അത് കിങ്കറിനല്ല, ഏ. പരിപാടി ബുക്ക് ചെയ്ത ശങ്കരൻ. ആണോ? അയ്യോ എന്നാ കയറ് വിട്ടോണ്ട് നേരെ കൊണ്ടുപോയി ആ റവളം മുറിയിട്ട് ഇടിച്ച ഇടി നല്ല സൂപ്പർ ഇടിയായിരുന്നു. ആണോ? അത് ഞാൻ യാത്ര വേണം വാ. ഞാൻ വിജയന്റെ അടുത്തോട്ട് യാത്രയാവുകയാണ്. ഒരു കാര്യം പറയുന്നു. നീ ഇതൊക്കെ മാറ്റി വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട. എനിക്ക് വിജയന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണം. ചേട്ടാ നിന്നോട് ഞാനാ പറഞ്ഞ മര്യാദക്ക് ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ നേരെ വിജയന്റെ അടുത്ത് പോയി വിജയണ്ണനെ എന്റെ കൈ കൊണ്ട് ഒരു പടം വരച്ച് വിജയണ്ണനെ കാണിച്ചിട്ട് വിജയന്റെ കൂടെ ഇരുന്ന് ഞാൻ ആഹാരം കഴിക്കും. അപ്പൊ നീ ഇടത്തെ കൈ കൊണ്ട് ആഹാരം കഴിക്കും. എന്താ നീ വരച്ച പടം കാണാൻ നേരത്തെ വിജയ് ഇതിന്റെ കൈ തല്ലി ഓടിക്കും. നിങ്ങൾ പോച്ചാ അമ്മ ഞാൻ ഒരു കാര്യം പറയും. എനിക്ക് വിജയണ്ണ ആഹാരം തന്നാലേ ഞാൻ കഴിക്കത്തുള്ളൂ. നിനക്കറിയാമോ പണ്ട് ഞാൻ സ്റ്റേജിൽ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പോ ആകെ ഒരു സ്റ്റേജ് പരിപാടി ചെയ്തിട്ടുള്ളൂ. എടീ ഞാനത് സമ്മതിച്ചത് ഇങ്ങനെ എപ്പോഴും എടുത്ത് പറയേണ്ട കാര്യമില്ല. പറ. അന്ന് കമ്മറ്റിക്കാരി എനിക്ക് കഴിക്കാനിട്ട് പൊറോട്ടയും മുട്ടയും തന്നു. അത് ഞാൻ നിനക്ക് കൊണ്ട് തന്നു. പക്ഷെ ഇവരത് കഴിച്ചില്ല. അതെന്ത് കഴിക്കാനത്? 3 ദിവസം കഴിഞ്ഞ് പൊറോട്ടയും മുട്ട ഞാൻ കഴിക്കണമെന്ന്. അല്ല ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിൽ നിന്ന് ഇവിടെ വരാന് 3 ദിവസം വേണോ? 2 ദിവസം അവിടെ പൂട്ടി ഇട്ടിരുന്നില്ലേ? പക്ഷെ ഇവൻ കഴിച്ചില്ലെങ്കിൽ എന്താ? നമ്മുടെ വീട്ടില് ജിമ്മിപ്പട്ടി അവനത് കഴിച്ചു. അവൻ എന്നോട് സ്നേഹമുണ്ട്. ആ നന്ദിയുണ്ടല്ലേ? നന്ദിയുണ്ട്. ആ നന്ദി. ആ പട്ടി അന്ന് ഓടിയതാണ്, ഇന്നേ വരെ വീട്ടിൽ കയറിയിട്ടില്ല. ദീപാവലിക്ക് പോലും പടക്കം പൊട്ടിക്കുമ്പോ ഓടാത്ത പട്ടിയാണ്. ആ മുട്ടയിൽ നിന്നുകൊണ്ട് ഓടിയ ഓട്ടം. എടാ നിന്നോട് ഞാനാ പറഞ്ഞ നീ മര്യാദക്ക് ഇവിടുന്ന് ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നനച്ച വണ്ടി കടക്കലേനാലും കടക്കണ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ, നനക്കണ വണ്ടി കടക്കലേനാലും കടച്ച വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ. അരിഞ്ഞരുത് കുതിര, മുതിരരുത് കുതിര, അതിരെ ഇരിക്കണം മുതിര തിന്നാൻ മുതിരരുത് കുതിര. ഒരു നാക്കുളുക്കുന്ന സാധനം നീ പറയുവാണെന്നുണ്ട് അതിന്റെ അപ്പുറത്തെ ഞാനും പറയും. പത്തനാപുരത്ത് ഒരു 10 പച്ചത്തട്ട ചത്തു കുത്തിയിരുന്നു. ഹലോ, 2 നാക്കുളുക്കുന്ന സാധനം ഇവിടെ കിടന്ന് കുളുക്കുവാൻ. അതിന്റെ കിടക്കാനുള്ള പത്തനാപുരത്തെ തത്ത. ഇതെന്തോ പറയാനാണ്? 2 എണ്ണത്തിനെയും കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്റെ പൊന്നച്ഛൻ ഞാൻ ഒരു കാര്യം പറയണേ. നിങ്ങൾ അച്ഛൻ കുറെ കാലം കൊണ്ട് മെമ്പിൾ കളിക്കുന്നല്ലോ. അച്ഛൻ ആർക്കെങ്കിലും അറിയാവോ? പറഞ്ഞത് കേട്ടില്ലേടി? എന്തോ നീ പറഞ്ഞത്? അച്ഛൻ ആരെങ്കിലും അറിയുമോന്നു? തിരിച്ചറിയുന്നുണ്ടോന്നോ? ഈ അച്ഛന്റെ പരിപാടിക്ക് നിന്ന് പോ നോക്കണം. ജനങ്ങൾ എന്തോ ഇങ്ങോട്ട് അറിഞ്ഞാലും അച്ഛൻ അപ്പഴേ എടുത്ത് തിരിച്ചറിയും. ഈ അറിയല്ല, നാട്ടുകാർ വല്ലവരും അറിയുന്നുണ്ടോന്ന്. എടാ എന്നെ തിരിച്ചറിയുന്ന എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടെന്നറിയാമോ? എനിക്കറിയാം. സ്റ്റാഫിൽ നിന്ന് പൈസ പിരിക്കാൻ പറഞ്ഞ രമചേച്ചിയും വെള്ളിയാഴ്ച വരുന്ന അണ്ണാച്ചിയും അത്ര പേരല്ലേ. അച്ഛൻ എവിടെ ഒളിച്ചിരുന്നാലും അവരച്ഛനെ തിരിച്ചറിയും. അതേപോലെ അല്ല അച്ഛാ ഞാൻ. എന്നെ ഇപ്പൊ ആൾക്കാർക്ക് ഭയങ്കര വേല തിരിച്ചറിഞ്ഞു തുടങ്ങിയില്ലേ? അതെങ്ങനെ? അച്ഛാ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ടിട്ടല്ലോ, അതിട്ടപ്പോ ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. രണ്ടാമതൊരു ഡാൻസ് ഇട്ടും അതും എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല. ഇപ്പൊ അതുകൊണ്ട് വിജയണ്ണ കാണാൻ പോകുന്നെന്നും പറഞ്ഞ് ഞാനൊരു വാക്കാൻ കിട്ടില്ലേ, അതോട് ജനം എന്നെ അടുത്തൊക്കെ പൊക്കിയില്ലേ? മനസ്സിലായ? അപ്പൊ എന്റെ പേരും പറയും നിങ്ങളും കൂടെ ഫേമസ് ആയി. അത് മനസ്സിലായില്ല. ഈ വാഴ നനയുമ്പോ 2 ചീരയും കൂടെ നനയുമല്ലോ. എവിടെങ്കിലും അംഗീകരിച്ചല്ലോ വാഴയാളുന്നത്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവനെ വിജയ് ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഇവന് ഇനി തലകുത്തി നിന്നാലും വിജയ് കാണാൻ പോകുന്നില്ല. ഇതെന്തോന്ന് വാക്ക്? അങ്ങനെ കാണാൻ പോകുന്നില്ല. ഞാൻ വിജയ കണ്ണേ നീ പറ്റൂ. കാണത്തില്ല. ഞാൻ കാണും. എടാ വിജയ് എന്ന് പറയുന്ന ആള് നിന്നെ കാണത്തില്ല, ഉറപ്പാണ്. ഹലോ ஹலோ ആര്? ஏய் குஞ்சுக்கண்ணன் ആരെന്ന്? நான் விஜய் பேசுறேன். അയ്യോ, വിജയനാ. വിജയനാ. വിളിച്ചോ? தெரியும் நீ என்னோட பெரிய ஃபேன். എന്റെ വലിയ ഫാനല്ലേ ഞാൻ. எனக்கு தெரியும் தெரியும். എന്നാ പറയണ്ട. நான் உங்க வீடியோ கொஞ்சம் முன்னாடி தான் അയ്യോ കണ്ടാ കണ്ടാ, സൂപ്പർ സൂപ്പർ. கண்டிப்பா நேர்ல பார்க்கலாம். പാക്കണോ? ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ചെന്നൈ ഇറങ്ങിയിരിക്കുകയാണ്. വാങ്ക. ആ, വരാം. நீங்க சென்னைக்கு வாங்க. ഞാൻ വരും, ഉറപ്പായിട്ട് വരും. பார்க்கலாம் நண்பா. കാണാം കാണാം കാണാം. வீட்ல அப்பா அம்மா எல்லாம் சௌக்கியமா ആ, இருக்கா? അത് ഇവിടെ ഉണ്ട്. അവളെ ഒരു കേട്ടോ, സർ? കേട്ട് കേട്ട്. ഓക്കെ ഓക്കെ ஓகே பாபா. ഓക്കെ ഓക്കെ. ഉമ്മ തലവാ ഉമ്മ. വിജയ വിജയ് വിളിച്ചാ? വിജയനെ വിളിച്ച്. അപ്പൊ ഇവരിട്ടതൊക്കെ സത്യമായിരുന്ന? പിന്നെ സത്യമല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ടാ മതി, മീഡിയക്കാരങ്ങ് വലുതായിക്കോളും. ഇപ്പൊ ഞാൻ ഒരു സംഭവം ഇട്ടാണ്ട, അത് എത്തേണ്ട അടുത്ത് എത്തി. അത് ശരിയാടി. എന്നാലും നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സാധനം ഇത്രയും വൈറലായി പോകും. ഐ ആം കമ്മിങ്. We are coming. Kannan Devi Group presents West on Flowers Aka Ponnonakazha 2025.